കായംകുളം കണ്ടല്ലൂരിൽ പിതാവിനെ വെട്ടിക്കൊല്ലുകയും മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ സംഭവങ്ങളെല്ലാം കുറ്റബോധമില്ലാതെ പ്രതി അഡ്വക്കേറ്റ് നവജിത്ത് വിശദീകരിച്ചു. വെട്ടേറ്റ മാതാവ് സിന്ധുവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. കൊല്ലാൻ ഉറച്ചു തന്നെയാണ് പിതാവിനെ അതിക്രൂരമായി വെട്ടിയില്ലാതാക്കിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പണം ആവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ നവംബർ 30-ന് അഡ്വക്കേറ്റ് നവജിത്ത് മാതാപിതാക്കളെ ആക്രമിച്ചത്. പിതാവ് നടരാജൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മാതാവ് സിന്ധു വികൃതമാക്കപ്പെട്ട മുഖത്തോടെ ബോധരഹിതയായി ആഴ്ചകളോളം ആശുപത്രിയിൽ കിടന്നു. ആരോഗ്യാവസ്ഥ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നതേയുള്ളൂ. ഇതിനിടെയാണ് നവജിത്തുമായി പോലീസ് സംഘം കൊല നടന്ന കണ്ടല്ലൂരിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. നിർവികാരനായ അന്വേഷണ സംഘത്തോട് പ്രതി ക്രൂരത വിശദീകരിച്ചു. നടരാജന്റെ തലയിൽ നിരവധി തവണ വെട്ടി. മരണമുറപ്പാക്കാൻ തല പിളർത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് നവജിത്ത് മൊഴി നൽകി. മാതാവിനെയും കൊലപ്പെടുത്താനായിരുന്നു ഉദ്ദേശം. പക്ഷേ ആളുകൾ കൂടിയതിനാൽ കൊല്ലാനായില്ലെന്നും നവജിത്ത് പോലീസിനോട് പറഞ്ഞു. സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നെങ്കിലും സ്വബോധമുണ്ടായിരുന്നുവെന്നും പ്രതി സമ്മതിക്കുന്നു. അക്രമാസക്തനായി കൊലക്കത്തിയുമായി നിന്ന പ്രതിയെ പോലീസ് സംഘം സാഹസികമായാണ് കീഴ്പ്പെടുത്തിയിരുന്നത്. ആദ്യം വെട്ടാൻ ഉപയോഗിച്ച മഴു വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തു. കൃത്യം നടത്തുന്നതിനിടെ മഴു തെറിച്ചു പോയിരുന്നു. പിന്നീട് വെട്ടുകത്തിക്കൊണ്ടാണ് കൊലപാതകം നടത്തിയത്. കൊല നടന്ന ദിവസം നവജിത്തിന്റെ ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇവർ പെൺകുഞ്ഞിന് ജന്മം നൽകി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.